നമസ്തേ. കല മനുഷ്യന്റെ സൃഷ്ടിപരമായ ആവിഷ്കാരമാണ്. നൃത്തം, സംഗീതം, നാടകം, ചിത്രകല, സാഹിത്യം എല്ലാം കൂടി സമൂഹത്തിനെ ഒന്നിപ്പിക്കുന്ന ഒരു സാംസ്കാരിക വേദി. അതേസമയം കലിമ എന്നത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ്. അതിന് ആത്മീയ മതപരമായ അർത്ഥവും സ്ഥാനവുമുണ്ട്. അതിനാൽ തന്നെ കലയും കലിമയും രണ്ടും വ്യത്യസ്ത മേഖലകളിലാണ് നിലകൊള്ളുന്നത്. ഒന്ന് സാംസ്കാരിക സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകവും മറ്റൊന്ന് മതവിശ്വാസത്തിന്റെ അടയാളവും. കലോത്സവങ്ങളെ രാഷ്ട്രീയ സാമുദായിക അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നത് അപകടകരമായ പ്രവണത തന്നെയാണ്. സാംസ്കാരിക വൈവിധ്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും വേദിയായ കലോത്സവങ്ങൾ ഇന്ന് ചിലയിടങ്ങളിൽ രാഷ്ട്രീയവും സാമുദായികവുമായ സന്ദേശങ്ങളെ പ്രചരിപ്പിക്കുന്ന വേദിയായി മാറുന്നതായി വിമർശനം ശക്തമാകുന്നു. കലയും കലാപ്രകടനങ്ങളും ജനങ്ങളെ ഒന്നിപ്പിക്കേണ്ടതിനു പകരം അവയെ പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കോ മതപരമായ തിരിച്ചറിയൽ അജണ്ടകൾക്കോ ഉപയോഗിക്കുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. വിദ്യാർത്ഥികളെയും യുവതലമുറയെയും ഉൾപ്പെടുത്തി കലോത്സവങ്ങളിൽ ഇത്തരം ആശയങ്ങൾ കടന്നുവരുന്നത് ഏറെ ആശങ്കാജനകമാണെന്ന് സാംസ്കാരിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. കലോത്സവങ്ങൾ ഒരു മതത്തിന്റെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ വേദിയല്ല. അത് എല്ലാവർക്കുമുള്ള പൊതുവേദിയാണ്. സാംസ്കാരിക പരിപാടികളിലൂടെ പ്രത്യേക സമൂഹങ്ങളെയോ വിഭാഗങ്ങളെയോ ലക്ഷ്യമാക്കി ആശയപ്രചരണം നടത്തുന്നത് സമൂഹത്തിലെ ഐക്യവും സൗഹൃദവും ദുർബലപ്പെടുത്താൻ ഇടയാക്കുമെന്ന ആശങ്കയും ഉയരുന്നു. കലയും കലാപ്രകടനങ്ങളും മതവിശ്വാസങ്ങളോടോ രാഷ്ട്രീയ നിലപാടുകളോടോ ഏറ്റുമുട്ടേണ്ടതല്ല. മറിച്ച് അവ മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന ഒരു പൊതു സാംസ്കാരിക ഭാഷയായിരിക്കണം. ഈ പശ്ചാത്തലത്തിൽ കലോത്സവങ്ങളെ ഏതൊരു മതപരമോ രാഷ്ട്രീയമോ ആയ അജണ്ടകൾക്കപ്പുറം ശുദ്ധമായ സാംസ്കാരിക വേദിയായി നിലനിർത്താൻ ബന്ധപ്പെട്ട അധികാരികളും സംഘാടകരും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. സാംസ്കാരിക സ്വാതന്ത്ര്യവും മതനിരപേക്ഷ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിലൂടെയേ കലോത്സവങ്ങളുടെ യഥാർത്ഥ ആത്മാവിനെ നിലനിർത്താൻ കഴിയൂ.